പാലക്കാട്ടെ പ്രശ്നങ്ങളില്ല എന്ന പറയലിൽ നിന്ന് BJP ഏറെക്കുറഞ്ഞെങ്കിലും പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതിപ്പോൾ പറയാനുള്ളത് കേന്ദ്രം തീരുമാനിച്ച അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച പട്ടികയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന അധ്യക്ഷനടക്കം വിശദീകരിക്കുന്നത്. പാലക്കാട്ടെ പാർട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഈ മാധു, ഒരു പാർട്ടി വളരുമ്പം അതിൻ്റെ ഒപ്പം ഈ വിളകളുടെ ഒപ്പം കളകളും വളരും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ആ പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ആരെയൊക്കെ വളർത്തണം, ആരെയൊക്കെയാണ്, അത് ആളെയൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വളർത്തുക എന്നുള്ളത് ഒരു പാർട്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് BJP പോലെയുള്ളൊരു പാർട്ടി. പക്ഷേ എല്ലാ കാര്യങ്ങളും ചക്കയൊന്നുമല്ലോ ചൂഴ്ന്നു നോക്കാൻ. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെയും അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നു തോന്നുന്നവരെയും മിടുക്കരും തോന്നുന്നവരെയും ചെറുപ്പക്കാരെയും ഒക്കെ അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി പാർട്ടിയിൽ അവർ വളർത്തും, തീർച്ചയായിട്ടും വളർത്തും. അങ്ങനെ വളർന്നു വരുന്നവരിൽ ചിലർ പാർട്ടിയേക്കാൾ വലുതാണ്, പ്രസ്ഥാനത്തിനേക്കാൾ വലുതാണ് ഞാൻ എന്ന തോന്നലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും BJPക്കകത്തും BJPയിലും ഉണ്ടാകുന്നുണ്ട്. അത് ഒന്നും നിഷേധിക്കാൻ കഴിയുകയൊന്നുമില്ല. ആരാണ് ഈ കളകൾ? അതായത് പാർട്ടി വളരുന്നതിനൊപ്പം എന്ന് പറയുമ്പോൾ പാർട്ടി ഉണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റ് അടക്കം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. ഇനി എന്നാലും വളരുകയാണ് വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ അതിനെ കാണുകയാണ് എങ്കിലും ആരാണ് ഈ കളകൾ? അത് ധാരാളം ഉണ്ട്. ഞാനിപ്പോൾ അതിന് പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം അങ്ങനെ പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇപ്പൊ ഈ ചർച്ചയിലുള്ള സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാരുണ്ട്. അതായത് അവർ പാർട്ടിയിലേക്ക് വന്നു, അവർ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചു. ആ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞ് അവർക്ക് വലിയ വലിയ അംഗീകാരങ്ങൾ കിട്ടി. പാർട്ടിക്കകത്ത് കിട്ടാവുന്ന അംഗീകാരം, ഒരു ചെറുപ്പക്കാർക്ക് കിട്ടാവുന്ന അംഗീകാരങ്ങളെല്ലാം കിട്ടി. ഒരു പരിധിയായപ്പോൾ ഞാൻ പാർട്ടി പ്രസ്ഥാനത്തിനേക്കാൾ വലുതാണ് എന്ന് തോന്നിയപ്പോൾ ഉണ്ടായ ഒരു സംഭവം നമുക്കറിയാം. അദ്ദേഹം ഇന്ന് വേറൊരു പാർട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും BJP എന്ന സംഘടന ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. പക്ഷേ ഈ പറയുന്ന വിമതസ്വരം ഉയർത്തുന്ന ആളുകളൊക്കെ പറയുന്നത് ഇപ്പോ എത്ര കളകളെന്ന് വിശേഷിപ്പിച്ചാലും വിളവെടുപ്പ് അവനവന്റെ പെട്ടിയിലേക്കാണ് എന്നുള്ള ഒരു വിമർശനമാണല്ലോ ഉന്നയിക്കുന്നത്. ഇപ്പൊ സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് C കൃഷ്ണകുമാറിനെതിരെയാണ്. അതിനുശേഷം പ്രമീള ശശിധരൻ അടക്കമുള്ളവർ വിമതസ്വരം ഉയർത്തിയപ്പോൾ അവർ പറഞ്ഞത് C കൃഷ്ണകുമാറിനെതിരെയാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് C കൃഷ്ണകുമാറിന്റെ നോമിനിയാണ്. അങ്ങനെ പാലക്കാട്ടെ പാർട്ടി കൃഷ്ണകുമാറിന്റെ ആധിപത്യത്തിലേക്ക് ചുരുങ്ങുന്നു, അദ്ദേഹത്തിന്റെ പെട്ടിയിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ള കാഴ്ചപ്പാടും വിമർശനവും കാണാതെ പോകുന്നതാണോ? അത് അങ്ങനെയൊന്നില്ല എന്ന് പാർട്ടിക്ക് ഇപ്പോഴും വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലല്ല വിമർശനങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ആർക്കും ഉയർത്താം. C കൃഷ്ണകുമാർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാലം, അതായത് വളരെ ബാല സ്വയംസേവകനായി സംഘശാഖയിൽ വന്ന് വളരെ ഏറ്റവും താഴ്ന്ന ലെവലിൽ വർക്ക് ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും അടികൊണ്ടും സമരം ചെയ്തും അങ്ങനെ പടിയായിട്ട് ആ ഒരു സീനിയർ തലത്തിലേക്ക് ഉയർന്ന മനുഷ്യനാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയോടിലൂടെ ഒന്നും വളർന്ന നേതാവല്ല അദ്ദേഹം പ്രവർത്തിച്ചു വളർന്ന നേതാവാണ്. പിന്നെ നേതാവ് എന്ന് പറയുമ്പം ഇപ്പം മനുഷ്യന് ഈ പറഞ്ഞ പോലെ പ്ലസും മൈനസും എല്ലാം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനിടയ്ക്ക് പാർട്ടി വളരെ കേരളത്തിൽ അതിന്റെ പ്രസൻസ് അറിയിച്ചു. പാലക്കാട് നഗരസഭയിൽ ഭരണത്തിലെത്തി. ഇതിനിടയിൽ ലോക്സഭയിൽ വിജയിച്ചു, ഒരു അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ചു. അങ്ങനെ പാർട്ടി വളരുമ്പോൾ ആ പാർട്ടിയോടൊപ്പം പരാന്നഭോജികളായ കുറെ ആൾക്കാരും ഇതിനോടൊപ്പം വളർന്നു. അതിന്റെ തിക്തഫലങ്ങൾ തീർച്ചയായിട്ടും പാർട്ടി അനുഭവിച്ചേ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പല കാര്യങ്ങളും പറിച്ചു കളഞ്ഞുള്ള ഒരു ശുദ്ധീകരണത്തിന്റെ വേള എന്ന നിലയ്ക്കാണ് അങ്ങ് ഈ BJPയിലെ പാർട്ടി. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. അതായത് പിന്നെ ഈ BJPക്കകത്തെ, അതായത് ഒരാളിന്റെ നോമിനി അങ്ങനെയുള്ള അതുകൊണ്ട് മാത്രം അയാൾക്ക് സ്ഥാനം കിട്ടി ഒരു പരിധി വരെയൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഇത് ടോട്ടൽ ഒരു പാർട്ടി സിസ്റ്റമാണ്. ഒരു മെഷീനറിയാണ്, ഒരു കേഡർ മെഷീനറിയാണ്. അതിനകത്ത് അങ്ങനെ ഒരാളുടെ പരിധിവരെ വ്യക്തി താല്പര്യങ്ങളില്ല എന്നാണ്. ഒരു പരിധിവരെയും വ്യക്തി താല്പര്യങ്ങളുള്ളതിനെ അങ്ങനെ ഒരു ടോട്ടൽ പാർട്ടി എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ലല്ലോ. കഴിയില്ല. അതാണ്, അത്രയേ ഉള്ളൂ. ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഓരോ വ്യക്തികളുടെ നേതാക്കന്മാരുടെ സ്റ്റേച്ചറും
അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് അവരുടെ വാക്കുകൾക്ക് വിലയുണ്ടാകും, അതിന് സ്വാധീനമുണ്ടാകും. അതൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെ ഒരു നേതാവാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ അകത്ത് പോസിബിൾ. ഞാൻ അങ്ങിലേക്ക് വരാം. ശരി.